സ്വാമി ശരണമയ്യപ്പ. ശബരിമല സന്നിധാനത്തിലേക്ക് അയ്യപ്പ ദർശനത്തിനായി വരുന്നവർ 18 പടികൾ കയറിയാണല്ലോ ഭഗവാന്റെ ആ സവിധത്തിലെത്തുന്നത്. അപ്പോൾ ആ 18 പടികളെക്കുറിച്ച് കൂടുതൽ അറിയാം നമ്മൾക്ക്. തത്വമസി പൊരുളായ ഭഗവാനിലേക്ക് ഭക്തൻ എത്തുന്നത് 18 പടവുകൾ താണ്ടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് 18ാം പടി. ശബരിമല ക്ഷേത്രം ഏതു പ്രകാരം നിർമ്മിക്കണമെന്ന് മണികണ്ഠസ്വാമി പന്തള രാജാവിന് നൽകുന്ന ഉപദേശം ഭൂതനാഥോഭാഗ്യാനം 10ാം അധ്യായത്തിൽ കാണാം. 18ാം പടിയെക്കുറിച്ച് ഭഗവാൻ മണികണ്ഠൻ പറയുന്നത് ഇപ്രകാരമാണ്. ക്ഷേത്രത്തിൽ എൻ്റെ ലിംഗപ്രതിഷ്ഠയുടെ കിഴക്കുഭാഗത്ത് 18 പടിയോടു കൂടിയ സോപാനം നിർമ്മിച്ചു കൊള്ളുക. പഞ്ചേന്ദ്രിയങ്ങൾ, അഷ്ടരാഗങ്ങൾ, ത്രിഗുണങ്ങൾ, വിദ്യ, അവിദ്യ എന്നിവയെ കടന്നാലേ നിർഗുണനായ എന്നെ കാണാൻ കഴിയുകയുള്ളൂ. അതേപോലെ 18 പടി കയറി വന്നാൽ ഭക്തർക്ക് എന്നെ കാണാൻ കഴിയണം. മണികണ്ഠ നിർദ്ദേശാനുസാരം 18 തത്വ സോപാനങ്ങളോടു കൂടിയ ശബരിമല ക്ഷേത്രം പന്തള മഹാരാജാവ് പണി കഴിപ്പിച്ചുവെന്ന് ഭൂതനാഥോഭാഗ്യാനം 15ാം അധ്യായത്തിൽ കാണാം. പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്ന ആദ്യത്തെ 5 പടികൾ ഇവയൊക്കെയാണ്: കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക്. ഇനി അഷ്ടരാഗങ്ങളെ സൂചിപ്പിക്കുന്ന 13 വരെയുള്ള അടുത്ത 8 പടികൾ: കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ദമ്പ്, അസൂയ. ഇനി ത്രിഗുണങ്ങളെ സൂചിപ്പിക്കുന്ന 16 വരെയുള്ള അടുത്ത 3 പടികൾ ഇവയാണ്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അവസാനം വരുന്ന 17, 18 പടികൾ വിദ്യയെയും അതായത് ജ്ഞാനത്തെയും അവിദ്യയെയും അതായത് അജ്ഞതയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ പുണ്യപാപങ്ങളെ സ്വീകരിച്ചും തിരസ്കരിച്ചും മാത്രമേ ഒരുവന് ഈ ലോകമാകുന്ന മായയിൽ നിന്ന് മോചനം നേടാനാവൂ എന്നാണ് തത്വം. ശബരിമല ശാസ്താവിൻ്റെ പൂങ്കാവനത്തിൽ 18 മലകളാണുള്ളത്. ഏതൊക്കെ മലകളാണ് അറിയാമോ? കാളകെട്ടി, ഇഞ്ചിപ്പാറ, പുതുശ്ശേരി മല, കരിമല, നീലിമല, പൊന്നമ്പലമേട്, ചിറ്റമ്പലമേട്, മയിലാടുമേട്, തലപ്പാറ, നിലയ്ക്കൽ, ദേവന്മല, ശ്രീപാദമല, കൽക്കിമല, മാതംഗമല, സുന്ദരമല, നാഗമല, ഗൗണ്ടമല, ശബരിമല. ഈ 18 മലകളെയാണ് 18 പടികൾ പ്രതിനിധീകരിക്കുന്നത് എന്നും കരുതാം. ഓരോ മലയുടെയും ദേവത ഓരോ പടിയിലായി നിലകൊള്ളുന്നു. 18 മലകൾ കടന്നു ചെന്ന് മലദേവതകളെ വന്ദിച്ച് ശാസ്താവിനെ ദർശിക്കുന്നു എന്നാണ് അർത്ഥം. ചുരിക മുതൽ അസ്ത്രം വരെയുള്ള 18 തരം ആയുധങ്ങൾ അയ്യപ്പൻ ഉപയോഗിച്ചിരുന്നുവെന്നും അവയിൽ ഓരോന്നും ഓരോ പടികളായി പരിണമിച്ചുവെന്നും ഒരു സങ്കല്പമുണ്ട്. 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, ചതുരുപായങ്ങൾ, 4 വർണ്ണങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നവയാണെന്നും പറയാറുണ്ട്. ഇനി 4 വേദങ്ങൾ: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 6 ശാസ്ത്രങ്ങൾ നോക്കൂ, ഇവയൊക്കെയാണ് ജ്യോതിഷം, കൽപ്പം, നിരുക്തം, ശിക്ഷ, വ്യാകരണം, ഛന്ദസ്. ഇനി ചതുരുപായങ്ങൾ ഇവയാണ്: സാമം, ദാനം, ഭേദം, ദണ്ഡം. ഇനി 4 വർണ്ണങ്ങൾ: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇനി 18 എന്ന അക്കത്തിന് നമ്മുടെ ഹിന്ദു മതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഭഗവത്ഗീതയിൽ നോക്കൂ, 18 അധ്യായങ്ങളാണുള്ളത്. കുരുക്ഷേത്ര യുദ്ധം 18 ദിവസം നീണ്ടുനിന്നു. സംഗീതത്തിലും 18 അടിസ്ഥാന ഉപകരണങ്ങളാണുള്ളത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ആത്മാവ് തേടുന്ന വഴിയാണ് 18 പടികൾ.